ആയത്തുള്ള അലി ഖമേനിയുടെ ജീവന് വേണ്ടി ഇറാനിൽ മുറവിളി. തെരുവിലിറങ്ങിയ പ്രതിഷേധക്കാർ ഖമേനിയുടെ ചിത്രം വച്ച് ഖമേനിയെ പുറത്താക്കൂ, ഖമേനിയെ കൊലപ്പെടുത്തു എന്ന് ആർത്തു വിളിക്കുന്നത് കാണാനാകും. ഖമേനിയും ഈ മതഭരണകൂടവും പുറത്തു പോയാൽ മാത്രമേ, ഖമേനിയും ഈ മതഭരണകൂടവും ഇല്ലാതായാൽ മാത്രമേ ഇറാനിലെ ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയൂ എന്നുള്ള മുദ്രാവാക്യങ്ങളാണ് രണ്ടാം ദിവസവും ഇറാന്റെ തെരുവുകളിൽ ഉയർന്നു കേട്ടത്. കഴിഞ്ഞ ദിവസം തുടങ്ങിയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭം ജൻസി കലാപമായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇറാനിൽ സർവകലാശാല വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും തെരുവിലിറങ്ങുന്നു എന്നുള്ള കാഴ്ചയാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. വ്യാപാരികൾക്കും വ്യവസായികൾക്കും കടയുടമകൾക്കുമൊപ്പം വിദ്യാർത്ഥികളും സമരരംഗത്തേക്ക്, കലാപരംഗത്തേക്ക്, പ്രക്ഷോഭ രംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നത്. പണപ്പെരുപ്പവും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാൻ കഴിയാതെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ഇറാനിലെ ജനത. കുടിവെള്ളം പോലും ലഭിക്കാനില്ലാത്ത ഒരു അതീവ ദുഷ്കരമായ സാഹചര്യമാണ് ഇപ്പോൾ ഇറാൻ കടന്നു പോകുന്നത്. ഇറാനിലെ ജനജീവിതത്തെ ഇതെല്ലാം സാരമായി ബാധിച്ചിരിക്കുന്നു. ഇറാനിലെ ജനങ്ങളോട് നേരിട്ട് സംവദിക്കാൻ കഴിയാതെ ഇറാനിലെ ഭരണകൂടം ഒളിച്ചോടുന്നു. ഇറാനിലെ സാധാരണക്കാർക്ക് വലിയ കൊടും പട്ടിണിയിലേക്ക് അവരുടെ ജീവിതം തള്ളിവിടേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. കുടിവെള്ളം പോലും കിട്ടാക്കനിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇറാനെ ഞെട്ടിച്ചുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം ഇറാന്റെ തെരുവുകളിൽ ആരംഭിച്ചത്. കടകമ്പോളങ്ങൾ അടച്ചിട്ടുകൊണ്ട് വ്യാപാരികളും വ്യവസായികളുമാണ് ഈ പ്രക്ഷോഭത്തിന് തുടക്കമിട്ടത്. സാധാരണക്കാരും ഈ പ്രക്ഷോഭത്തോടൊപ്പം ചേർന്നു. ഡോളറുമായുള്ള വിനിമയത്തിൽ ഇറാന്റെ റിയാലിനുണ്ടായ കനത്ത ഇടിവ് അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂപ്പുകുത്തലിലേക്ക് പോയി. അങ്ങനെ ഇറാന്റെ കറൻസിക്കുണ്ടായ വമ്പൻ ഇടിവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ കടകമ്പോളങ്ങൾ അടച്ചിട്ടു വ്യാപാരികളും വ്യവസായികളും. ഇതുകൂടാതെ ഓരോ സാധനങ്ങൾക്കും വിലക്കയറ്റം വർദ്ധിച്ചത്, ക്രമാതീതമായി വിലക്കയറ്റം ഉണ്ടായത് ജനങ്ങളെ സാരമായി തന്നെ ബാധിച്ചു. അവശ്യ സാധനങ്ങൾ, ഭക്ഷ്യസാധനങ്ങൾ, എന്തിനേറെ പറയുന്നു കുടിവെള്ളം പോലും ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇറാന്റെ ജീവിതം ഇപ്പോൾ പോകുന്നത്. ഈ വ്യാപാരികളുമായും വ്യവസായികളുമായും ചർച്ച നടത്താൻ ഇറാൻ ഭരണകൂടം തയ്യാറായിട്ടുണ്ടെങ്കിലും ഇറാന്റെ നിലവിലെ ഭരണാധികാരികളോട് ചർച്ച നടത്തേണ്ട കാര്യമില്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാനിലെ ജനക്കൂട്ടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ടെഹ്റാനിൽ മാത്രമല്ല, ടെഹ്റാന്റെ മറ്റ് സമീപ പ്രദേശങ്ങളായ പട്ടണങ്ങളിലും വലിയ ജനകീയ പ്രക്ഷോഭങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. തെരുവുകളിൽ വലിയ കലാപ സമാനമായ അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. തെരുവുകളിൽ കടകമ്പോളങ്ങളെ ജനങ്ങൾ തന്നെ തീവച്ചിരിക്കുന്നു. തെരുവുകളിൽ വലിയ തീവയ്പും കൊള്ളിവയ്പും കൊള്ളയടിയും എല്ലാം തന്നെ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം വ്യാപാരികളും വ്യവസായികളുമൊക്കെയാണ് തെരുവിൽ കലാപവുമായി ഇറങ്ങിയതെങ്കിൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ അത് ഒരു ജനകീയ കലാപമായി മാറിയിരിക്കുന്നു. സർവകലാശാലകൾ അടച്ചിട്ട് സർവകലാശാല വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും ഈ സമരത്തോടൊപ്പം ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വിവരം. ആയത്തുള്ള അലി ഖമേനിയുടെ ഭരണകൂടം രാജിവെച്ചൊഴിയുക, ആയത്തുള്ള അലി ഖമേനി രാജ്യം വിട്ടൊഴിയുക. ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാൻ അടക്കമുള്ള ഈ ഭരണകൂടം, ഈ മതവെറിയന്മാരായിട്ടുള്ള ഭരണകൂടം ഇറാനിന്റെ തലപ്പത്ത് നിന്ന് ഒഴിഞ്ഞു പോവുക. ഇതാണ് ഇപ്പോൾ ഇറാനിലെ ജനങ്ങൾ ഉറച്ചു വിളിക്കുന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം കേട്ട് ആകെ വിറങ്ങലിച്ചിരിക്കുകയാണ് ഇറാനിന്റെ ഭരണകൂടം. ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ കളികളുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാന്റെ പ്രധാനപ്പെട്ട ആരോപണം. മൊസാദിന്റെ ഏജന്റുമാരാണ് ഇറാന്റെ തെരുവുകളിൽ ഈ ഒരു കലാപത്തെ ആളിപ്പടരാൻ ഇടയാക്കിയത്. ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് ചെറുതായിട്ടാണെങ്കിലും പൊടുന്നതിന് തന്നെ ഈ കലാപം ഇറാന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കോളേജുകളിലേക്ക്, സർവകലാശാലകളിലേക്ക്, ക്യാമ്പസുകളിലേക്കൊക്കെ തന്നെ ഈ സമരം, ഈ പ്രക്ഷോഭം വ്യാപിക്കുകയായിരുന്നു. ഈ പ്രക്ഷോഭത്തെ നിലയ്ക്ക് നിർത്താൻ കഴിയാതെ, ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ കഴിയാതെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇറാന്റെ ഭരണകൂടം. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഈ പ്രക്ഷോഭകാരികളുമായി, ഈ കലാപകാരികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പലതവണ അറിയിച്ചിട്ടും മസൂദ് പെഷസ്കിയാനുമായിട്ടോ ഇറാന്റെ ഭരണകൂടവുമായിട്ടോ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് കലാപകാരികൾ വ്യക്തമാക്കുന്നത്. ആയത്തുള്ള അലി ഖമേനിയുടെയും മസൂദ് പെഷസ്കിയാന്റെയും ഒക്കെ രാജിയാണ് അവർ ആവശ്യപ്പെടുന്നത്. മസൂദ് പെഷസ്കിയാനും ആയത്തുള്ള അലി ഖമേനിയും ഇറാൻ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക, ഇറാനിൽ നിന്നും ഇവരെ പുറത്താക്കുക.
ആയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിന് വേണ്ടി ജീവന് വേണ്ടിയുള്ള വലിയ നിലവിളിയാണ് ഇപ്പോൾ ഇറാന്റെ തെരുവീതികളിൽ കാണുന്നത്. ഇറാൻ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത ഇറാൻ ചരിത്രത്തിലൂടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ ടെഹ്റാനും മറ്റ് നഗരങ്ങളും വേദിയാകുന്നത്. ടെഹ്റാനിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ കലാപം അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എങ്ങും ആയത്തുള്ള അലി ഖമേനിയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളികൾ മാത്രമാണ്. ആയത്തുള്ള അലി ഖമേനിയും ഈ മതഭരണകൂടവും ഇറാനിൽ നിന്ന് പുറത്തു പോവുക, ഇവരെ പുറത്താക്കുക, വലിയ ജനകീയ പ്രക്ഷോഭം ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെഹ്റാനിലെ ആ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ നീങ്ങുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സിറിയയിൽ എങ്ങനെയാണോ ഭരണകൂടത്തിനെതിരെ വിമത നീക്കമുണ്ടായത്, അതിന് സമാനമായ ഒരു വിമത നീക്കമാണ് ഇപ്പോൾ ഇറാനിലും അരങ്ങേറുന്നത്. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം എങ്ങനെയാണോ നിലംപതിച്ചത്, അതിന് സമാനമായിട്ടുള്ള ഒരു പട്ടാള അട്ടിമറി അല്ലെങ്കിൽ ഒരു ജനകീയ അട്ടിമറി ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വലിയ ജനകീയ വിപ്ലവം അരങ്ങേറുകയാണ്. മസൂദ് പെഷസ്കിയാന്റെയും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെയും ജീവന് വേണ്ടി അവരുടെ ജീവൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. ഇരു നേതാക്കളെയും രാജ്യത്തിന് പുറത്താക്കണം ാണ് പ്രക്ഷോഭകാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇറാൻ ചരിത്രത്തിൽ ഇതുവരെ നേരിടാത്ത ഇറാൻ ചരിത്രത്തിലൂടെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള വലിയ പ്രക്ഷോഭത്തിനാണ് ഇപ്പോൾ ടെഹ്റാനും മറ്റ് നഗരങ്ങളും വേദിയാകുന്നത്. ടെഹ്റാനിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ കലാപം അത് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. എങ്ങും ആയത്തുള്ള അലി ഖമേനിയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളികൾ മാത്രമാണ്. ആയത്തുള്ള അലി ഖമേനിയും ഈ മതഭരണകൂടവും ഇറാനിൽ നിന്ന് പുറത്തു പോവുക, ഇവരെ പുറത്താകുക, വലിയ ജനകീയ പ്രക്ഷോഭം ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടെഹ്റാനിലെ ആ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്കാണ് ഇപ്പോൾ പ്രക്ഷോഭകാരികൾ നീങ്ങുന്നത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സിറിയയിൽ എങ്ങനെയാണോ ഭരണകൂടത്തിനെതിരെ വിമത നീക്കമുണ്ടായത്, അതിന് സമാനമായ ഒരു വിമത നീക്കമാണ് ഇപ്പോൾ ഇറാനിലും അരങ്ങേറുന്നത്. സിറിയയിലെ ബാഷർ അൽ അസദ് ഭരണകൂടം എങ്ങനെയാണോ നിലംപതിച്ചത്, അതിന് സമാനമായിട്ടുള്ള ഒരു പട്ടാള അട്ടിമറി അല്ലെങ്കിൽ ഒരു ജനകീയ അട്ടിമറി ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നോക്കിയിരുന്ന് കാണേണ്ടത്. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ വലിയ ജനകീയ വിപ്ലവം അരങ്ങേറുകയാണ്. മസൂദ് പെഷസ്കിയാന്റെയും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമേനിയുടെയും ജീവന് വേണ്ടി അവരുടെ ജീവൻ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭമാണ് ഇപ്പോൾ അലയടിക്കുന്നത്. ഇരു നേതാക്കളെയും രാജ്യത്തിന് പുറത്താക്കണം ാണ് പ്രക്ഷോഭകാരികളുടെ പ്രധാനപ്പെട്ട ആവശ്യം.